നമസ്കാരം. എഡ്യൂസോൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പീരിയോഡിക് വിൻസിനെ പറ്റിയാണ്. അപ്പോൾ പീരിയോഡിക് വിൻസ് പല ടൈപ്പ് പീരിയോഡിക് വിൻസിനെ പറ്റി ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. അതായത് ചില പ്രത്യേക പീരീഡ്സിൽ ചില പ്രത്യേക സീസൺസിൽ മാത്രം കണ്ടുവരുന്ന വിൻസിനെയാണ് നമ്മൾ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. പ്ലാനറ്ററി വിൻസിനെ പറ്റി അതിൻ്റെ പല ടൈപ്സ് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പീരിയോഡിക് വിൻസിൽ മൺസൂൺ വിൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൺസൂൺ വിൻഡ്, പിന്നെ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്, ഇത്രയാണ് ടെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മൺസൂണാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ വിൻഡ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് മൺസൂണുമാണ്. അതിൽ മെയിനായിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഫോം ചെയ്തുള്ള കാര്യമാണ് പറയുന്നത്. മൺസൂൺ വിൻഡുണ്ടാവാനുള്ള 3 റീസൺ. ഒന്ന് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, അതുപോലെ കോറിയോലിസ് ഫോഴ്സ്, അതുപോലെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം 23.5 ഡിഗ്രി നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ഇന്ത്യ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അവിടെ ചില പ്രത്യേക ടൈംസിൽ എന്താണ്, അവിടെയാണ് സൺ എത്തുന്നത്. പ്രത്യേക ടൈംസിൽ ജൂണിലെ ആ മാസങ്ങളിൽ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ നോർത്ത് ഇന്ത്യ മൊത്തം ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, എവിടെയാണോ ടെമ്പറേച്ചർ കൂടുതൽ അവിടെയാണല്ലോ പ്രഷർ കുറവ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. സണ്ണ് മുകളിലോട്ട് കയറുന്നതനുസരിച്ച് പ്രഷർ ബെൽറ്റുകളും അതിനനുസരിച്ച് മുകളിലോട്ട് കയറും. അതായത് സണ്ണിനനുസരിച്ചാണ് പ്രഷർ ബെൽറ്റുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സണ്ണ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഈ പ്രഷർ ബെൽറ്റുകളും മുകളിലോട്ട് കയറും. അങ്ങനെ പ്രഷർ ബെൽറ്റ് മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും ഇതിൻ്റെ കൂടെ. അങ്ങനെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഏത് ITCZ ഞാൻ പറഞ്ഞു. അതായത് 0 ഡിഗ്രിയുടെ 5 ഡിഗ്രിയുടെ അവിടെ ITCZ കൊണ്ട് 2 ട്രേഡ് വിൻഡും കൂടി തമ്മിൽ ജോയിൻ ചെയ്യുന്ന ITCZ എന്ന ഭാഗമുണ്ട്, ITCZ. അപ്പോൾ ITCZ ഇപ്പോൾ ഇവിടെയാണെന്ന് വെച്ചു. ITCZ ഇതിപ്പോൾ 0 ഡിഗ്രി ഇവിടെ താഴെയായിരുന്നു, ഈ ഭാഗത്താണ് ITCZ. ഇതെന്ത് ചെയ്യും, ഈ സണ്ണ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഈ ഏരിയ ഈ പ്രഷർ ബെൽറ്റ് മുകളിലോട്ട് കയറി വരും. ഈ പ്രഷർ ഡിഫറൻസ് മുകളിലോട്ട് കയറി വരുമ്പോൾ ITCZ എന്ത് ചെയ്യും, മുകളിലെത്തും. ITCZും ഇക്വേറ്റർ കടന്ന് മുകളിലോട്ട് പോകും. സൗത്തിലുണ്ടായിരുന്ന ITCZ മുകളിൽ വരും. അപ്പോൾ ITCZ മുകളിൽ വരുമ്പോഴത്തേക്കും, അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് നമ്മുടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ് ITCZ എന്താണെന്ന് പറഞ്ഞു, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. അതായത് 2 ട്രേഡ് വിൻഡ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കൂടെ മെർജ് ചെയ്യുന്ന 0 ഡിഗ്രിക്ക് അടുത്തുള്ള പോർഷനാണ് ITCZ. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടെ പാസ് ചെയ്ത് പോകുന്നില്ല. ഇന്ത്യയുടെ സൗത്തിലായിട്ടാണ് 0 ഡിഗ്രി ഉള്ളത്. ഇന്ത്യയുടെ സൗത്തിൽ നിന്ന് കുറച്ച് താഴെയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ITCZ ഉള്ളത്. ഓക്കെ, ITCZ അതിൻ്റെ സൗത്തിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ITCZ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രഷർ ബെൽറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും, അല്ല നമ്മുടെ സണ്ണ് മുകളിലോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് ഈ പ്രഷർ ബെൽറ്റുകൾ മുകളിലോട്ട് പോകും. ഇപ്പോൾ ഈ ITCZ എന്ത് ചെയ്യും, സൗത്തിൽ നിന്ന് മുകളിലോട്ട് കയറും. അപ്പോൾ ITCZ എന്ന പോർഷൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടെത്തും, ഇവിടെ എത്തും, ഇന്ത്യൻ ഓഷൻ്റെ ഭാഗത്തെത്തും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നേരെ എന്ത് ചെയ്യും, സദൺ ഹെമിസ്ഫിയർ വീശിക്കൊണ്ടിരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, സദൺ ഹെമിസ്ഫിയർ വീശുന്ന ട്രേഡ് വിൻഡ് ഏതാണ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അപ്പോൾ അത് മുകളിലോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും, കോറിയോലിസ് ഫോഴ്സ് നേരെ റിവേഴ്സ് ആവും. അതായത് സദൺ ട്രേഡ് വിൻഡ്സ് എന്ത് ചെയ്യും, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഓപ്പോസിറ്റ് വീശാൻ തുടങ്ങും. കാരണം നോർത്ത് ഹെമിസ്ഫിയറിൽ അതിൻ്റെ റൈറ്റിലോട്ട് മാറും, സദൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ട് മാറും. അപ്പോൾ ഇത്രയും കാലം സദൺ ഹെമിസ്ഫിയറിൽ വീശിക്കൊണ്ടിരുന്ന കാറ്റാണ് ആര്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ട്രേഡ് വിൻഡ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അത് മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് എന്ത് പറ്റും, കോറിയോലിസ് ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, സൗത്ത് ഈസ്റ്റ് എന്ത് ചെയ്യും, സൗത്ത് ഈസ്റ്റ് അതിൻ്റെ റൈറ്റിലോട്ട് മാറി വീശുമ്പോൾ എന്ത് പറ്റും, സൗത്ത് വെസ്റ്റിലോട്ട് വീശാൻ തുടങ്ങും, സൗത്ത് വെസ്റ്റ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ആയിരുന്ന സാധനം എന്ത് ചെയ്യുന്നു, സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ആയിട്ട് മാറും. അതായത് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ്, അതായത് മുകളിലോട്ട് കയറിയപ്പോൾ സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് ഇപ്പോൾ ഇതിനെ പറഞ്ഞ പേര്. മറ്റേ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആയിരുന്നു. ഇത് ഇക്വേറ്റർ കടന്ന് പാസ് ചെയ്ത്, അതായത് സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്തു, ഈ ITCZ എന്നുള്ള സോണും മുകളിലോട്ട് കയറി. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് മുകളിലോട്ട് കയറി. അങ്ങനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ത് ചെയ്തു, കോറിയോലിസ് ഫോഴ്സ് വഴി സൗത്ത് ഈസ്റ്റ് ആയിട്ട്, അതായത് ഇങ്ങനെ വീശിക്കൊടുന്ന കാറ്റ് എന്ത് ചെയ്തു, കോറിയോലിസ് ഫോഴ്സ് അതിൻ്റെ റൈറ്റിലോട്ട് മാറി വീശാൻ തുടങ്ങി. അതായത് ഇങ്ങനെ വീശാൻ തുടങ്ങി, റൈറ്റിലോട്ട് മാറി വീശുന്നു. അപ്പോൾ ആ രീതിയിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇത് ഇങ്ങനെ വീശുകൊടുന്ന കാറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ആയി. അപ്പോൾ ഈ കാറ്റ് നോക്കിയാണ് സൗത്താണ് വെസ്റ്റാണ്. നേരത്തെ സൗത്ത് ഈസ്റ്റ് ഇങ്ങോട്ടാണ് വീശിക്കൊണ്ടിരുന്നത്, ഇത് ഇങ്ങനെയായിരുന്നു വീശിക്കൊണ്ടിരുന്നത്. ആ കാറ്റ് എന്തായി,
തിരിച്ച് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ആയി. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഈ കാറ്റിനെ നമ്മൾ എന്ത് പറഞ്ഞു? സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ ഇവിടെ എല്ലാം ലോ പ്രഷറാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷൻ മൊത്തം എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിൽ എന്ത് ചെയ്യും? കാറ്റ് വീശും. അപ്പോൾ ഈ മൺസൂൺ കാറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ഇന്ത്യ ഒട്ടുക്കും ഇതുപോലെ വീശും. അപ്പോൾ ഈ കാറ്റ് വീശുന്ന എന്താണ്? സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവാനുള്ള റീസൺ ചില പ്രത്യേക ടൈംസിൽ, ചില പ്രത്യേക സീസണിൽ, അതായത് ജൂൺ മാസത്തിലൊക്കെ ആ ടൈമിലൊക്കെ എന്ത് ചെയ്യും? സണ്ണിന്റെ പൊസിഷൻ നേരെ എന്ത് ചെയ്യും? ട്രോപ്പിക്കൽ ക്യാൻസറിലോട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ നോർത്ത് ഇന്ത്യ മൊത്തം എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അവിടെയെല്ലാം ലോ പ്രഷർ അനുഭവപ്പെടും. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ലോ പ്രഷറാണ്. അപ്പോൾ ആ സമയത്ത് ഈ സണ്ണിന്റെ അപ്പാരന്റ് ഷിഫ്റ്റിനനുസരിച്ച്, അപ്പാരന്റ് മൂവ്മെന്റിനനുസരിച്ച് താഴെയുള്ള പ്രഷർ ബെൽറ്റുകൾ എന്ത് ചെയ്യും? മുകളിലോട്ട് കയറും. അപ്പോൾ ITCZ എന്ന് പറയുന്ന സോൺ മുകളിലോട്ട് കയറും. അപ്പോൾ അവിടെ വീശിക്കൊണ്ടിരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ത് ചെയ്യും? മുകളിൽ കയറുമ്പോൾ കൊറിയോലിസ് ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? കൊറിയോലിസ് ഫോഴ്സ് റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. ഇത്രയും കാലം താഴെ ലെഫ്റ്റിലോട്ടാണ് മാറിക്കൊണ്ടിരുന്നത്. കാരണം സദർ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടും നോർത്ത് ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടുമാണ്. അപ്പോൾ ITCZ മുകളിൽ കയറുമ്പോൾ കൊറിയോലിസ് ഫോഴ്സ് ഷിഫ്റ്റായി സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്തായിട്ട് മാറി? സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് വീശും. അപ്പോൾ ഇവിടെ നിന്ന് വീശുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തന്നെ അറേബ്യൻ സീ ആണ്. അപ്പോൾ അറേബ്യൻ സീ എന്നുള്ള ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് അവിടെയുള്ള ഈർപ്പം, അവിടെയുള്ള വാട്ടർ വേപ്പറുടെ വലിച്ചെടുത്ത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യ ഒട്ടുക്ക് മഴ പെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ മൺസൂൺ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് പഴയ കാലത്ത് ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും. ഈ ഒരു മൺസൂണിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും. ഇനി വിന്റർ ടൈമിൽ നമുക്കറിയാം ഡിസംബർ മാസങ്ങളിലാണ് വിന്റർ. അപ്പോൾ ഡിസംബർ 22 സണ്ണ് എവിടെയാണ്? അങ്ങ് താഴെ പോകും, അറിയാലോ. അപ്പോൾ ഡിസംബറിൽ സണ്ണ് നേരെ താഴെ പോകും. അപ്പോൾ സണ്ണ് ഈ ഭാഗത്ത് സണ്ണ് കാണത്തില്ല, സണ്ണിന്റെ പ്രസൻസ് കുറവാണ്. അപ്പോൾ സണ്ണ് താഴോട്ടായിരിക്കുമ്പോൾ താഴെയുള്ള ഭാഗത്ത് എന്തായിരിക്കും? താഴെയുള്ള ഭാഗത്ത് ലോ പ്രഷർ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നുവോ അവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങും സണ്ണില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ വിന്റർ ടൈമിൽ എന്ത് പറ്റും? സണ്ണ് താഴോട്ട് പോകും. വിന്റർ ടൈമിൽ ഇതിപ്പോൾ വിന്റർ ടൈം ആണെന്ന് വെച്ചോ. വിന്റർ ടൈമിൽ എന്ത് ചെയ്യും? സണ്ണ് ഇതിപ്പോൾ വിന്ററാണ്. അപ്പോൾ വിന്റർ ടൈമിൽ സണ്ണ് താഴോട്ട് പോകും. സണ്ണ് താഴോട്ട് പോകുമ്പോൾ സണ്ണിന്റെ കുറച്ചെങ്കിലും ചൂട് കിട്ടുന്നത് ഇവിടെയാണ്, ഇന്ത്യൻ ഓഷൻ ഭാഗത്താണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ഈ ഏരിയ മൊത്തം ലോ പ്രഷർ ആയിരിക്കും. കാരണം സണ്ണുള്ളതുകൊണ്ട് അവിടെ ലോ പ്രഷർ ആയിരിക്കും. കാരണം സണ്ണ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ മുകളിൽ എന്തായിരിക്കും? ഇവിടെ എല്ലാം എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. കാരണം സണ്ണിന്റെ പ്രസൻസ് കുറവാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തോണം. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഓക്കെ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ, അതായത് ഈ ലാൻഡ് ഏരിയയിൽ നിന്ന് കടലിലോട്ട് കാറ്റ് വീശും. ഇനി കൊറിയോലിസ് ഫോഴ്സ് വെച്ച് ഇത് നോക്കി, ഇത് എങ്ങോട്ട് വീശും? ഇങ്ങനെ വരാനുള്ള ആളെന്ത് ചെയ്യും? ഇത് നോർത്ത് ഹെമിസ്ഫിയർ ആണല്ലോ, ഇതിന്റെ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ആളിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആൾ എന്ത് ചെയ്യും? ഇങ്ങനെ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ കാറ്റ് റൈറ്റിലോട്ട് ഡീവിയേറ്റ് വീശും. അപ്പോൾ നമ്മൾ ഈ കാറ്റിന് പേര് കൊടുത്ത്, ഈ കാറ്റിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? നോർത്താണ്. നോർത്ത് എന്നാണ് വീശുന്നത്, നോർത്താണ്. അതുപോലെ ഈസ്റ്റ് ആണ്. നോർത്താണ്, അതുപോലെ ഈസ്റ്റ് എന്നാണ് വീശുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ ഈ കാറ്റിന് പേര് എപ്പോഴും ആലോചിക്കുക, എങ്ങോട്ട് വീശുന്നു എന്നല്ല, എവിടെ നിന്ന് വീശുന്നു അതാണ് നോക്കുന്നത്. അപ്പോൾ ഈ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത്? നോർത്താണ്, ഈസ്റ്റ് ആണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്നാണ് ഇതിനെ പറയുക. നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് മൺസൂൺ പറഞ്ഞു. അപ്പോൾ ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. വിന്റർ ടൈമിലാണ്. കാരണം വിന്റർ ടൈമിൽ നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് ഭാഗം മൊത്തം ഹൈ പ്രഷറും ഇവിടെയെല്ലാം ലോ പ്രഷറും. കാരണം സണ്ണ് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ സണ്ണ് പോകുന്നിടത്തോട്ടാണ് ലോ പ്രഷർ. അപ്പോൾ ഇവിടെയെല്ലാം ലോ പ്രഷറും, മുകളിൽ സണ്ണിൻ്റെ പ്രസൻസ് ഇല്ല. സണ്ണ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു, താഴോട്ട് പോയി. അപ്പോൾ അവിടെ ഹൈ പ്രഷറാവും. അപ്പോൾ ഹൈ പ്രഷറിൽ ലോ പ്രഷറോട് കാറ്റ് വീശും. അങ്ങനെയാണ് ഈ രണ്ട് മൺസൂൺ ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൺസൂൺ വിൻഡ് ഉണ്ടാകുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന 4 മാർക്കിലൊക്കെ മൺസൂൺ വിൻഡ്, അത് ITCZ ഷിഫ്റ്റ് ചെയ്യുന്നത്, കൊറിയോലിസ് ഫോഴ്സ്, അതുപോലെ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റേഴ്സ് ആണ്. ഈ കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് പറയുന്നത്. മൺസൂൺ വിൻഡ്, പീരിയോഡിക് വിൻഡിലെ ഒന്നാമത്തെ കഴിഞ്ഞു. മൺസൂൺ വിൻഡ് എന്താണെന്ന് പറഞ്ഞു. പീരിയോഡിക് വിൻഡിന്റെ ഒരു ഇതാണ് മൺസൂൺ വിൻഡ്. ഇനി രണ്ടാമത്തെ പോർഷൻ ആണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഇത് വളരെ എളുപ്പമുള്ളതാണ്. സീ ബ്രീസും ആൻഡ് ലാൻഡ് ബ്രീസും. ഇത് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും. അതായത് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത് ഡേ ടൈമാണ്, പകൽ സമയമാണ്, സണ്ണുണ്ട്. അപ്പോൾ ഇത് കരയാണ്, ഇത് കരയാണെന്ന് വെച്ചോ, ഇത് കടലാണ്. ഓക്കെ, അപ്പോൾ ഇത് ലാൻഡും ഇത് സീയും ആണ്. അപ്പോൾ ലാൻഡ് സീയും ആണ്, ഡേ ടൈമാണ്. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് സീ. അപ്പോൾ ഡേ ടൈമിൽ എന്താണ് ഇതിൻ്റെ ഈ സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്ന മെയിൻ റീസൺ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് സീ ആൻഡ് ലാൻഡാണ്. അതായത് കരയും കടലും ചൂടാവുന്നത് എന്താണ്? വ്യത്യസ്ത തരത്തിലാണ്. അതായത് കര എന്ത് ചെയ്യും? ലാൻഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവും. ലാൻഡിന്റെ പ്രത്യേകത, ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും. ചൂട് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ചൂടാവും ലാൻഡ്. അതേസമയം വാട്ടർ എന്താണ്? സീ എന്താണ്? വളരെ പതുക്കെ ചൂടാവുള്ളൂ. ഇനി സീക്ക് വേറൊരു പ്രത്യേകത, ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ നേരം ആ ചൂട് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ആ കിട്ടിയ ഹീറ്റ് ഒരുപാട് നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സീ എന്ന് പറയുന്നത്. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും.
പക്ഷേ സി അങ്ങനെയല്ല, പതുക്കെ ചൂടാവത്തുള്ളൂ, പതുക്കെ ഹീറ്റഡ് ആവത്തുള്ളൂ. പക്ഷേ ആ ഹീറ്റ് എന്ത് ചെയ്യും, കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡേ ടൈമിൽ പകൽ സമയമാണ്, സൂര്യനുണ്ട്. അപ്പോൾ ഡേ ടൈമിൽ എന്ത് ചെയ്യും, ലാൻഡ് പെട്ടെന്ന് ചൂടാവും. അതുപോലെ കടൽ പയ്യെ ചൂടായി വരണതേ ഉള്ളൂ. അപ്പോൾ ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യും, ചൂട് പിടിച്ച് ഹീറ്റഡ് എയർ എന്ത് ചെയ്യും, റൈസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് ചെയ്യും, റൈസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ നിന്നുള്ള എയർ എല്ലാം റൈസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്താവും, ഇവിടെ എന്തായിരിക്കും, ചൂട് കൂടുമ്പോൾ അവിടെ എന്തായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ലോ പ്രഷർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ലോ പ്രഷറാണ്. അപ്പോൾ ലാൻഡിൽ എന്തായിരിക്കും, ഇവിടെ എല്ലാം എന്താണ്, ലോ പ്രഷറാണ്. കാരണം ഇവിടെയുള്ള വായു എല്ലാം എന്തായി, ചൂട് പിടിച്ച് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ വായു ഉണ്ടാവും, വായു കുറവാണ്. അപ്പോൾ എയറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. അതേസമയം ഇവിടെ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. കാരണം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇവിടെയുള്ള വായു എല്ലാം, ഇവിടെയുള്ള എയർ എല്ലാം ചൂട് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എയറിൻ്റെ എമൗണ്ട് കുറവല്ലേ. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആയിരിക്കും. ഡേ ടൈമിലെ കാര്യമാണ്. പകൽ സമയത്ത് ലാൻഡിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ അവിടെ എന്താണ്, ഹൈ ടെമ്പറേച്ചറാണ്. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അവിടെ എന്താവും, ലോ പ്രഷറാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഹൈ പ്രഷറാണ്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ട് കാറ്റ് വീശും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ട് കാറ്റ് വീശും. അപ്പോൾ എന്താണ്, ഡേ ടൈമിൽ ഉണ്ടാകുന്ന കാറ്റ് ഏതാണ്, എവിടെ നിന്നാണ് വീശുന്നത്, കടലിൽ നിന്ന് കരയിലോട്ട്, സീയിൽ നിന്ന് ലാൻഡിലോട്ട്. അപ്പോൾ പേരെന്തിടും, സീ ബ്രീസ്. തിരിഞ്ഞു പോലെ എവിടെ നിന്ന് വീശുന്നു അതാണ് പേര്. അപ്പോൾ എവിടെ നിന്നാണ് വീശുന്നത്, കടലിൽ നിന്നല്ലേ. അപ്പോൾ സീ ബ്രീസ് എന്നാണ് പറയുക. അപ്പോൾ സീ ബ്രീസ്. അപ്പോൾ ഡേ ടൈമിലാണ് ആരുണ്ടാകുന്നത്, സീ ബ്രീസ്. എങ്ങനെ ഉണ്ടാകുന്നു, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് സീ ആൻഡ് ബ്രീസ്. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ഹീറ്റഡ് ആവും. അപ്പോൾ അവിടെ ഹൈ ടെമ്പറേച്ചറാണ്, ഹീറ്റഡ് എയർ റൈസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ അവിടെ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷറുള്ള സീയിൽ നിന്ന് എന്ത് ചെയ്യും, ലോ പ്രഷറുള്ള ലാൻഡിലോട്ട് കാറ്റ് വീശും. ഇതിനെയാണ് സീ ബ്രീസ്. അത് ഡേ ടൈമിലാണ്. ഇനി തിരിച്ച് രാത്രി. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആവും. രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് എന്താണ്, നമുക്കറിയാം, കിട്ടിയ ചൂട് എന്ത് ചെയ്യും, കര പെട്ടെന്ന് തണുക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് കര പെട്ടെന്ന് തണുക്കും. പക്ഷെ കിട്ടിയ ചൂട് എന്ത് ചെയ്യും, അപ്പോഴും ഇവിടെ കാണും. അപ്പോൾ ഇവിടെ നേരെ റിവേഴ്സ് ആവും. ഇവൻ ആരാവും, ഇവൻ ലോ പ്രഷർ ആവും. കാരണം ഇവിടെ കിട്ടിയ ചൂട് അപ്പോഴും കാണും. രാത്രി സമയത്ത് കടലിൽ ചൂട് കാണും, കര പെട്ടെന്ന് തണുക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറും ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശും, രാത്രി സമയത്ത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. അതായത് കരയിൽ നിന്ന് കടലിലോട്ട് കാറ്റ് വീശും, കരയിൽ നിന്ന് കടലിലോട്ട്. അപ്പോൾ എന്ത് പറയും, ലാൻഡ് ബ്രീസ് എന്ന് പറയും. അപ്പോൾ ലാൻഡ് ബ്രീസ് എപ്പോൾ ഉണ്ടാകുന്നു, തിരിഞ്ഞു പോലെ ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശുന്നു. അത് എപ്പോഴാണ്, ഡേ ടൈം, നൈറ്റ് ടൈമിലാണ്. അതിൻ്റെ കാരണം എന്താണ്, നൈറ്റ് ടൈമിലും ആർക്ക് ടെമ്പറേച്ചർ കാണും, സീ ടെമ്പറേച്ചർ ആയിരിക്കും. ലാൻഡ് പെട്ടെന്ന് കൂൾ ചെയ്യും. അപ്പോൾ ലാൻഡിൽ തണുപ്പാണ്. അപ്പോൾ തണുപ്പാകുമ്പോൾ ഹൈ പ്രഷറാണ്, ഇവിടെ ചൂടുണ്ട്. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആവും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് വീശും. അപ്പോൾ ആ ടൈമിൽ കരയിൽ നിന്ന് കടലിലോട്ട് കാറ്റ് വീശും. അതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുക. അപ്പോൾ അതാണ് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. വളരെ സിമ്പിളാണ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. അപ്പോൾ ഇത് എപ്പോഴാണ്, ഒന്ന് പകലിൽ ഒന്ന് രാത്രിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ സീസൺ ഒരു പ്രത്യേക ടൈമിലാണ് ഉണ്ടാവുന്ന, ഒരു പ്രത്യേക ടൈമിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടൈമിൽ ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ പഠിച്ച പ്ലാനറ്ററി വിൻഡ്സ് വർഷം മുഴുവൻ വീശുന്നതാണ് ആ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനിടയ്ക്ക്. പക്ഷേ ഈ മൺസൂൺ ആയാലും സീ ബ്രീസ് ആയാലും എന്താണ്, ഒരു പ്രത്യേക ടൈമിൽ, ഒരു പ്രത്യേക മാസത്തിൽ, ഒരു പ്രത്യേക നേരത്തിൽ വീശുന്ന കാറ്റാണ്. അതുകൊണ്ടാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു എക്സാമ്പിളാണ് ടെക്സ്റ്റിലുള്ളത് വാലി ബ്രീസും മൗണ്ടെയിൻ ബ്രീസും. വാലി ആൻഡ് മൗണ്ടെയിൻ ബ്രീസ്, വാലി ആൻഡ് മൗണ്ടെയിൻ ബ്രീസ് ആണ് വാലി ആൻഡ് മൗണ്ടെയിൻ ബ്രീസ്. അപ്പോൾ വാലി ബ്രീസും മൗണ്ടെയിൻ ബ്രീസിൻ്റെ അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ വാലി എന്ന് പറയുമ്പോൾ അറിയാം, താഴ്വര എന്ന് പറയും. രണ്ട് മൗണ്ടെയിൻസിൻ്റെ അടിവാരത്തുള്ള ഭാഗത്തിന് നമ്മൾ താഴ്വര എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ട് മൗണ്ടെയിൻ ആണെങ്കിൽ ഈ വി ഷേപ്പിഡ് താഴ്വര എന്ന് പറയും, ഇത് വാലിയാണ്. അപ്പോൾ ഇത് വാലിയാണ്, ഇത് രണ്ട് മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ വാലി ബ്രീസ് എപ്പോഴാണ്, ഡേ ടൈമിലാണ്. അപ്പോൾ പകൽ സമയമാണെന്ന് വിചാരിക്കാം. അപ്പോൾ പകൽ സമയത്ത് എന്ത് ചെയ്യും, പകൽ സമയത്ത് ഈ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ വാലീസ് എന്ത് ചെയ്യും, ഇവിടെയുള്ള എയറെല്ലാം ചൂടാവും, ചൂട് നല്ല കിട്ടും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ചൂട് വ്യാപിക്കും. അപ്പോൾ ചൂട് വ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യും, എയർ ഡെൻസിറ്റി കുറഞ്ഞ് എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അപ്പോൾ റൈസ് ചെയ്യുമ്പോൾ ഈ ഷേപ്പ് ആയിട്ട് എന്ത് ചെയ്യും, ഈ എയർ ഈ ചരിവിലൂടെ, ഈ വാലിയിൽ നിന്ന് എന്ത് ചെയ്യും, ഈ എയർ എന്ത് ചെയ്യും, റൈസ് ചെയ്ത് ഈ പർവ്വതത്തിൻ്റെ ചരിവിലൂടെ മുകളിലോട്ട് വീശും. ഇവിടെ നിന്നുള്ള എയറെല്ലാം ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ വശങ്ങളിലൂടെ, സൈഡിലൂടെ, വാലീസിൻ്റെ സൈഡിലൂടെ മുകളിലോട്ട് വീശും. അപ്പോൾ എവിടെ നിന്നാണ് വീശുന്നത്, വാലിയിൽ നിന്ന് മൗണ്ടെയിനിലോട്ട് വീശും കേട്ടോ. വാലിയിൽ നിന്ന് പകൽ സമയത്ത് ചൂട് പിടിച്ച റൈസ് ചെയ്ത, എക്സ്റ്റെൻഡ് ചെയ്ത, ഡെൻസിറ്റി കുറഞ്ഞ ലെസറായിട്ടുള്ള എയർ എന്ത് ചെയ്യും, ഈ രണ്ട് വശങ്ങളിലോട്ട് വീശും. അപ്പോൾ ഇതിനെന്ത് പറയും, വാലി ബ്രീസ് എന്ന് പറയും. കാരണം വാലി എന്നാണ് വീശുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഡേ ടൈമിൽ ഉണ്ടാകുന്ന ബ്രീസാണ് വാലി ബ്രീസ്, താഴ്വരക്കാറ്റ്. ഇനി രാത്രിയായി. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും, രാത്രിയായി. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും അപ്പോൾ നൈറ്റ് ടൈമിൽ ഈ മുകളിലോട്ട് കയറിപ്പോയ എയറെല്ലാം എന്ത് ചെയ്യും, നൈറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ്, എയർ തണുക്കും. തണുത്ത വായുവിന് വെയിറ്റ് കൂടുതലാണ്. ഈ പർവ്വതത്തിൻ്റെ ചരിവിലൂടെ മുകളിലെല്ലാം കയറിയ ഈ എയർ എന്ത് ചെയ്യും, രാത്രി ആകുമ്പോഴത്തേക്ക് തണുത്തിട്ട് വെയിറ്റ് കൂടും. അപ്പോൾ രാത്രിയായി വെയിറ്റ് കൂടിയിട്ട് എന്ത് ചെയ്യും, ആ വെയിറ്റ് കൂടിയ വായു എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങും. വെയിറ്റ് കൂടിയ വായു താഴോട്ട് ഡിസെൻഡ് ചെയ്യും. താഴോട്ട് നേരത്തെ അസെൻഡ് ചെയ്ത് പോയ എയർ എന്ത് ചെയ്യും, രാത്രിയാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. അവിടെ കൂൾ ചെയ്തിട്ട്, മണ്ടഭാഗം കൂൾ ചെയ്തിട്ട് മൗണ്ടൻസിൽ നിന്ന് എന്ത് ചെയ്യും, താഴോട്ട്
ഈ എയർ കയറിപ്പോയ എയർ എന്ത് ചെയ്യും, ഡിസെൻഡ് ചെയ്യും. അപ്പോൾ അതിനെന്ത് പറയും, മൗണ്ടൻസിൽ നിന്ന് വാലിയിലോട്ട് വീശും. കണ്ടോ, മൗണ്ടൻസിൽ നിന്ന് വീശും. അപ്പോൾ മൗണ്ടൻ ബ്രീസ് എന്ന് പറയും. അപ്പോൾ വാലി ബ്രീസ് മൗണ്ടൻ ബ്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാലി ബ്രീസ് ഡേ ടൈമിൽ ഉണ്ടാകുന്നു, മൗണ്ടൻ ബ്രീസ് നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്നു. അപ്പോൾ വാലി ബ്രീസ് എന്ന് പറയുമ്പോൾ വാലിയിൽ നിന്ന് അസെൻഡ് ചെയ്യുന്ന എയർ ആണ്. അവിടെ ചൂട് പിടിച്ചിട്ട് ആ എയർ എന്ത് ചെയ്യും, അസെൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ വാലി ബ്രീസ് വാലിയിൽ നിന്ന് മുകളിലോട്ട് വീശുന്നു. ഇനി തിരിച്ച് നൈറ്റ് ടൈമിൽ എന്താണ്, കൂളായിട്ടുള്ള എയർ എന്ത് ചെയ്യും, ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ വെയിറ്റ് കൂടുതലാണ്, താവോട്ട് ഇറങ്ങും. അപ്പോൾ അതിനെന്ത് പറയും, മൗണ്ടൻ ബ്രീസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് 3 പീരിയോഡിക് വിൻഡ്: മൺസൂൺ, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, അതുപോലെ വാലി ബ്രീസ് ആൻഡ് മൗണ്ടൻ ബ്രീസ്. ഇനി ഒരു കാര്യം കൂടെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് വിൻഡ് ഉണ്ട്. അപ്പോൾ പ്ലാനറ്ററി വിൻഡ് പറഞ്ഞു, പീരിയോഡിക് വിൻഡ് പറഞ്ഞു. ഇനി അടുത്ത ലോക്കൽ വിൻഡാണ്, ലോക്കൽ വിൻഡ്. അപ്പോൾ ലോക്കൽ വിൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ വിൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രാദേശിക കാറ്റാണ്, പ്രാദേശിക പാത, ലോക്കൽ വിൻഡ്. അതായത് ചില പ്രത്യേക സമയത്തുണ്ടാകുന്നതാണ് പീരിയോഡിക് വിൻഡ്. ഇതെന്താണ്, ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന, അതായത് എന്താണ്, തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക കാറ്റ്, അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ആ രീതി നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചില പ്രത്യേക ഏരിയാസിൽ മാത്രം കാണപ്പെടുന്ന, ലൊക്കാലിറ്റിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള വിൻഡാണ് ലോക്കൽ വിൻഡ്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഒരുപാട് 2 വേർഡ്സിനൊക്കെ ചോദിക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് ചിനൂക്കാണ്, ചിനൂക്ക്. അപ്പോൾ ചില പ്രത്യേക ഏരിയാസിൽ മാത്രം കണ്ടുവരുന്ന കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുമ്പോൾ എവിടെ വീശുന്ന കാറ്റാണ്, നോർത്ത് അമേരിക്കയിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ നമ്മുടെ ചിനൂക്ക് നോർത്ത് അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസ് എന്നാണ് ആ മൗണ്ടൻസിന്റെ പേര്. അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസിന്റെ കിഴക്കേ ചരിവിലൂടെ, ഈസ്റ്റേൺ സ്ലോപ്പിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് നോർത്ത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന കാറ്റാണ്. നോർത്ത് അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസിന്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ ചിനൂക്കിന്റെ വാക്കിനർത്ഥം സ്നോ ഈറ്റർ എന്നാണ്. അത് ചോദിച്ചിട്ടുണ്ട്, ഒൻപേടിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്നോ ഈറ്റർ എന്നാണ് ചിനൂക്കിന്റെ അർത്ഥം. മഞ്ഞുതീനി എന്നാണ്. അതായത് ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് ഈ കാറ്റ് എന്ത് ചെയ്യും, ആ സൈഡിലുള്ള മഞ്ഞെല്ലാം, അവിടെ തണുപ്പുള്ള പ്രദേശമല്ല, അവിടെ എല്ലാം മഞ്ഞെല്ലാം ഉരുകാൻ ഇത് എന്ത് ചെയ്യും, ഈ ചിനൂക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ കാറ്റിന് പറഞ്ഞ പേരാണ് സ്നോ ഈറ്റർ എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം, ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് അമേരിക്കയിലുള്ള നമ്മുടെ ഈസ്റ്റേൺ സ്ലോപ്പോ റോക്കി മൗണ്ടൻസിൽ വീശുന്ന കാറ്റാണ്. അപ്പോൾ ഈ അവിടെയുള്ള മഞ്ഞിനെ എല്ലാം ഉരുക്കുന്നുണ്ട്, അതിനെന്ത് പറയും, സ്നോ ഈറ്റർ എന്ന് പറയും. അപ്പോൾ സ്നോ ഈറ്റർ എന്നാണ് ഈ ചിനൂക്കിനെ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അവിടെയുള്ള ഈ ചിനൂക്ക് നോർത്ത് അമേരിക്കയിലാണ്, കാനഡയിലേക്കുള്ള അവിടെയുള്ള വീറ്റ് കൾട്ടിവേഷനൊക്കെ ഏറ്റവും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കാറ്റാണ്. കാനഡയിലേക്കുള്ള വീറ്റ് കൾട്ടിവേഷൻ, അവിടെയുള്ള ഗോതമ്പ് കൃഷിക്ക്, അവിടെയുള്ള മഞ്ഞെല്ലാം ഉരുക്കിയിട്ട് ഗോതമ്പ് കൃഷിക്ക് സഹായിക്കുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചിനൂക്ക് നോർത്ത് അമേരിക്കയിലാണ്, റോക്കി മൗണ്ടൻസിന്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ്, സ്നോ ഈറ്റർ എന്നാണ് അർത്ഥം. അതുപോലെ കാനഡയിലുള്ള, നോർത്ത് അമേരിക്കയിലാണ് കാനഡ USA ഒക്കെ ഉള്ളത്, കാനഡയിലുള്ള അവിടെയുള്ള വീറ്റ് കൾട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാറ്റാണ് ഫോൻ. ഇതെല്ലാം ലോക്കൽ വിൻഡാണ്. ഫോൻ എന്നാണ് പറയുക. FOEHN, ഫോൻ എന്ന് പറയുന്ന കാറ്റ്. ആ ഫോൻ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ആൽപ്സ് മൗണ്ടൻസിന്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ്. ഇത് യൂറോപ്പിലാണ് കണ്ടുവരുന്നത്. ഈ കാറ്റ് യൂറോപ്പിലാണ്. ആൽപ്സ് മൗണ്ടൻ, യൂറോപ്പിലുള്ള ഫേമസ് മൗണ്ടനാണ് ആൽപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽപ്സ് മൗണ്ടന്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഫോൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലുള്ള ആൽപ്സ് മൗണ്ടന്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഫോൻ. അപ്പോൾ യൂറോപ്പിൽ മാത്രം കണ്ടുവരുന്ന കാറ്റാണ് ഫോൻ എന്ന് പറയുന്നത്. ആൽപ്സ് മൗണ്ടനിലൂടെ വീശുന്ന കാറ്റാണ് ഫോൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാറ്റാണ് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാറ്റാണ് ഹർമാറ്റൻ. അപ്പോൾ ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റിന്റെ പ്രത്യേകത, ഇതൊരു ഡ്രൈ വിൻഡാണ്. ഇത് വെസ്റ്റേൺ ആഫ്രിക്കയിലൂടെ വീശുന്ന കാറ്റാണ്, ആഫ്രിക്കയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സഹാറ ഡെസേർട്ടിന്റെ ഭാഗത്തൂടെ, ആഫ്രിക്കയിലാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട്. അപ്പോൾ ഇത് വെസ്റ്റ് ആഫ്രിക്കയിൽ വീശുന്ന കാറ്റാണ്. വെസ്റ്റ് ആഫ്രിക്ക സഹാറ ഡെസേർട്ടിന്റെ ഭാഗത്തൂടെ വീശുന്ന കാറ്റാണ്, സഹാറ ഡെസേർട്ടിന്റെ റീജിയനിലൂടെ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ എന്ന് പറയും. ഈ കാറ്റിനെ വേറൊരു പേരിട്ട്, ഇടം പേരിട്ട് നാട്ടുകാർ വിളിക്കാറുണ്ട്. ഈ കാറ്റിന്റെ പേരാണ് ഡോക്ടർ എന്ന് വിളിക്കുന്ന കാറ്റാണ്. ഡോക്ടർ എന്നാണ് ഈ കാറ്റിന് അറിയപ്പെടുന്ന പേര്. കാരണം ഈ കാറ്റിനെ ഡോക്ടർ എന്ന് വിളിക്കാൻ കാരണം അവിടെയുള്ള ഭയങ്കര സെവിയർ ആയിട്ടുള്ള കണ്ടീഷനെ തണുപ്പിക്കാൻ വേണ്ടി ഈ കാറ്റ് വരും. അപ്പോൾ ഈ കാറ്റ് വരുമ്പോൾ അവിടെയുള്ള ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്, ദുരിതം പിടിച്ചൊരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ ഒന്ന് മാറ്റാൻ വേണ്ടി ഈ കാറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്, അവിടെയുള്ള എല്ലാ കാലാവസ്ഥയും ഒന്ന് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് അസുഖം മാറ്റുന്ന ആളെന്ന രീതിയിൽ ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് ഡോക്ടർ എന്ന്. അപ്പോൾ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് എന്ന് ചോദിക്കും. ഹർമാറ്റനാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ്. അപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിൽ സഹാറ ഡെസേർട്ടിലൂടെ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഹർമാറ്റൻ. അപ്പോൾ ഓരോന്ന് എവിടെയാണ്, ഏത് ലൊക്കാലിറ്റിയാണോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹർമാറ്റൻ എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ വീശുന്ന കാറ്റാണ്. ഡോക്ടർ എന്നാണ് ഈ കാറ്റിനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മൂന്നും വേൾഡിലുള്ള ഫേമസ് ആണ്, ചിനൂക്ക്, ഫോൻ, ഹർമാറ്റൻ. ഇതെല്ലാം ഒന്ന് നോർത്ത് അമേരിക്ക, ഒന്ന് യൂറോപ്പ്, ഒന്ന് വെസ്റ്റ് ആഫ്രിക്ക. ഇനി ഇന്ത്യയിൽ കൂടെ വീശുന്ന ചില പ്രത്യേക ലോക്കൽ വിൻഡ് ഉണ്ട്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ചില പ്രത്യേക ലോക്കൽ വിൻഡ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡാണ് ലൂ. ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡാണ് ലൂ എന്ന് പറയുന്നത്. ഈ ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡാണ്. അതുപോലെ മാംഗോ ഷവേഴ്സ് ഉണ്ട്, മാംഗോ ഷവേഴ്സ്. അപ്പോൾ ലൂ, മാംഗോ ഷവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന, നോർത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. സമ്മർ ടൈമിൽ നോർത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ.
സമ്മർ ടൈമിൽ നോർത്ത് ഇന്ത്യ രാജസ്ഥാനിലൂടെ വീശുന്ന കാറ്റാണ് ലൂ. അതുപോലെ സമ്മർ ടൈമിൽ സൗത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ്. സമ്മർ ടൈമിൽ സൗത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് ഇത്. സൗത്ത് ഇന്ത്യയിലും ഇത് നോർത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂവും മാംഗോ ഷവേഴ്സും. അപ്പോൾ മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ലൂ, മാംഗോ ഷവേഴ്സ്. പിന്നെ കാൽബൈശാഖി എന്നൊരു കാറ്റുണ്ട്, അത് വെസ്റ്റ് ബംഗാൾ വീശുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ലൂ, മാംഗോ ഷവേഴ്സ്, കാൽബൈശാഖി, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ചെറിയൊരു പോർഷൻ കൂടെ ബാക്കിയുണ്ട്. എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ. ലൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ വീശുന്ന ഡ്രൈ വിൻഡാണ്, ഉഷ്ണക്കാറ്റാണ്, സമ്മർ ടൈമിൽ വീശുന്ന കാറ്റാണ്. മാംഗോ ഷവേഴ്സ് സൗത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന സമ്മർ ടൈം വീശുന്ന കാറ്റ്. രണ്ട് സമ്മറാണ്, പക്ഷേ ലൂ നോർത്ത് ഇന്ത്യയിലും മാംഗോ ഷവേഴ്സ് സൗത്ത് ഇന്ത്യയിലും. ഈ മാംഗോ ഷവേഴ്സ് ആണ് നമ്മുടെ കേരളത്തിലും കർണാടകത്തിലൊക്കെ നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മാങ്ങയുടെ ചക്കയുടെ സീസൺ. അപ്പോൾ ആ ടൈമിൽ ഈ കാറ്റടിക്കുമ്പോഴാണ് മാങ്ങയും ചക്കയൊക്കെ പൊഴിഞ്ഞു വീഴുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. ഈ കാറ്റിനെ മാംഗോ ഷവേഴ്സ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതാണ് മാംഗോ ഷവേഴ്സ്. അതുപോലെ ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ലൂ ഉണ്ട്, മാംഗോ ഷവേഴ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ സമ്മർ ടൈമിൽ വീശുന്നതാണ് മാംഗോ ഷവേഴ്സ്. അപ്പോൾ പഴങ്ങളൊക്കെ പഴുത്തിട്ട് വീശുന്നതാണ് ഈ മാംഗോ ഷവേഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ ലൂ, മാംഗോ ഷവേഴ്സ് ഇന്ത്യയിലുള്ള ലോക്കൽ വിൻഡാണ്. അതുപോലെ ചിനൂക്ക്, ഫോൻ, ഹർമാറ്റ്, ഇതൊക്കെ ലോക്കൽ വിൻഡിന് എക്സാമ്പിളാണ്. ഇനി വേറൊരു ടൈപ്പ് വിൻഡ് ഉണ്ട്, അതും കൂടിയാണ്. അപ്പോൾ വിൻഡിൻ്റെ എല്ലാം കഴിയും. വേരിയബിൾ വിൻഡ് എന്നൊരു സാധനമുണ്ട്, വേരിയബിൾ വിൻഡ്. അപ്പോൾ ലോക്കൽ വിൻഡ് കഴിഞ്ഞാൽ ഇനി വേറൊരു ടൈപ്പ് വിൻഡാണ് വേരിയബിൾ വിൻഡ്. ഇത് വേറെ ടൈപ്പ് വിൻഡാണ്. ഇതും കൂടെ ആകുമ്പോൾ പാഠം കഴിയുകയാണ് വേരിയബിൾ വിൻഡ്. അപ്പോൾ വേരിയബിൾ വിൻഡിന് രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സൈക്ലോൺസ്, അതുപോലെ ആൻറ്റി സൈക്ലോൺസ്. അതുപോലെ ആൻറ്റി സൈക്ലോൺസുമാണ് വേരിയബിൾ വിൻഡിൻ്റെ എക്സാമ്പിൾ. സൈക്ലോൺസ്, ആൻറ്റി സൈക്ലോൺസ്. അപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടാവുന്ന ചുഴലിക്കാറ്റ്, ചക്രവാതം, പ്രതിചക്രവാതം എന്ന് പറയും. സൈക്ലോൺസ്, ആൻറ്റി സൈക്ലോൺസ്. അതായത് നമുക്കറിയാം സൈക്ലോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏരിയയിൽ ലോ പ്രഷർ, അതിന് ചുറ്റും ഹൈ പ്രഷറാണ്. ഇതിന് ചുറ്റുമുള്ള ഏരിയയിൽ ഹൈ പ്രഷറും അതിൻ്റെ സെൻറ്ററിൽ ലോ പ്രഷറും വന്നു കഴിഞ്ഞാലാണ് സൈക്ലോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് വീശും. അപ്പോൾ ഇങ്ങനെ വീശുന്നതിനാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. അതായത് സറൗണ്ടിങ് ഏരിയസിനെ ബന്ധപ്പെട്ട് ലോ പ്രഷർ ആകുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ഹൈ പ്രഷറിൽ നിന്ന് അതിലോട്ട് അകത്തോട്ട് കാറ്റ് വീശും. ഇതിനാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഈ വീശുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയോലിസ് ഫോഴ്സ് വെച്ചിട്ട് നോർത്ത് ഹെമിസ്ഫിയറിലാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ വീശുന്ന കാറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും, അത് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വീശുന്ന കാറ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അതുപോലെ ഇങ്ങനെ വീശുന്ന കാറ്റ് അതിൻ്റെ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഇത് ലോ പ്രഷർ ആണെങ്കിൽ അതിന് ചുറ്റും ഇതേപോലെ, അതായത് ആൻറ്റി ക്ലോക്കോസ് ഡയറക്ഷനിലാണ്. നോർത്ത് ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് എന്താണ്? ആൻറ്റി ക്ലോക്കോസ് ഡയറക്ഷനിലാണ്. നോർത്ത് ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് ആൻറ്റി ക്ലോക്കോസ് ഡയറക്ഷനിലാണ്. സദൻ ഹെമിസ്ഫിയറിൽ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് കറങ്ങും. അപ്പോൾ എന്താണ്? സദൻ ഹെമിസ്ഫിയർ ഇത് ക്ലോക്കോസ് ഡയറക്ഷനിലാണ്. അപ്പോൾ സൈക്ലോൺസ് ആൻറ്റി ക്ലോക്കോയിസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ക്ലോക്കോയിസ് ആണ് എവിടെ? നോർത്ത് ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്കോയിസ് ആണ്. സദൻ ഹെമിസ്ഫിയറിൽ ക്ലോക്കോയിസ് ആണ്. ഇത് ക്ലോക്കോയിസ് ആണ്. ഓക്കെ. ഇനി ഇതിന് എക്സാമ്പിളാണ് സൈക്ലോൺസിന് ടെമ്പറേറ്റ് ഉണ്ട്, ട്രോപ്പിക്കലുണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺ എക്സാമ്പിളാണ് ഓക്കി. ഇടയ്ക്ക് 2017 ഓക്കി എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. അത് ആ ഏരിയ വെച്ച് ക്ലൈമറ്റ് വെച്ചിട്ടാണ് ട്രോപ്പിക്കൽ എന്ന് ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ. ട്രോപ്പിക്കൽ സൈക്ലോൺ എക്സാമ്പിളാണ് ഓക്കി എന്ന് പറയുന്നത്. ഇനി ആൻറ്റി സൈക്ലോൺസ് ഉണ്ട്, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നടുക്ക് ഹൈ പ്രഷർ വരുന്നു, ചുറ്റും ലോ പ്രഷറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? അതായത് ആൻറ്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ നടുക്കുള്ള ഭാഗം ഹൈ പ്രഷറും ചുറ്റും ലോ പ്രഷറാണ്. അപ്പോൾ ഈ നടുക്കുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? ലോ പ്രഷറിലോട്ട് കാറ്റ് വീശും, വെളിയിലോട്ട് കാറ്റ് വീശും. അപ്പോൾ ഇതിനെന്ത് പറയും? ഇതിനെ പറഞ്ഞ പേരാണ് ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റി സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സദൻ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. അപ്പോൾ തിരിഞ്ഞു പോലെ ആൻറ്റി സൈക്ലോൺസ് നോർത്ത് ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സദൻ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. സൈക്ലോൺസ് നോർത്ത് ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നത്, ടെക്സ്റ്റിൽ പടമുണ്ട്, സദൻ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് സൈക്ലോൺസ്, ആൻറ്റി സൈക്ലോൺസ്. അപ്പോൾ നമ്മൾ വിൻഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡിൻ്റെ പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി വിൻഡിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. വിൻഡിനെ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയും, അതുപോലെ പീരിയോഡിക് വിൻഡ്, അതുപോലെ ലോക്കൽ വിൻഡ്, അതുപോലെ വേരിയബിൾ വിൻഡ്. അപ്പോൾ ഇത്രയും പല ടൈപ്പിൽ പറഞ്ഞു. അപ്പോൾ പ്ലാനറ്ററി വിൻഡ്സ്, പീരിയോഡിക് വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, വേരിയബിൾ വിൻഡ്. വിൻഡിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ 4 ആയിട്ട് തിരിക്കും. അതിൽ പ്ലാനറ്ററി വിൻഡ്സിലാണ് ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ് പറഞ്ഞത്.
ഓക്കെ, ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, പോളാർ, ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത് പ്ലാനറ്ററി വിൻസ് ആണ്. ഇനി പീരിയോഡിക് വിൻസിന്റെ എക്സാമ്പിൾ ആണ് മൺസൂൺ, അതുപോലെ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ്. ലോക്കൽ വിൻഡിന്റെ എക്സാമ്പിൾ ആണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൻ, ലൂ, മാംഗോ ഷവേഴ്സ്. വേരിയബിൾ വിൻസിന്റെ എക്സാമ്പിൾ ആണ് സൈക്ലോൺ, ആന്റി സൈക്ലോൺ. അപ്പോൾ ഇത്രയാണ് വിൻഡിനെ പറ്റി ടോട്ടലായിട്ട് പാഠത്തിൽ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാനറ്ററി, പീരിയോഡിക്, ലോക്കൽ, വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാഠം. അപ്പോൾ ഇത് ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നതിന് ഒന്ന് റിവിഷനും കൂടെ ചെയ്യാം. ഒരു ക്ലാസ് റിവിഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് ടെക്സ്റ്റ് വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വലിയൊരു ചാപ്റ്ററാണ്. പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ നല്ല വൃത്തിയായി വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഓൺലൈനിൽ പറയാം. ഓക്കെ, ക്ലാസ് ഈ പാഠം ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ചാപ്റ്റർ ഇതോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ.